ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് SITയോട് നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കള്ളന്മാരെ പിടിക്കാതെ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണോ? ഇതൊന്നും കോടതി കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാം കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ അന്വേഷണമൊക്കെ അങ്ങ് മതിയാക്കിക്കോ. രേഖകളൊക്കെ 24 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ EDക്ക് കൈമാറിയിരിക്കണം. ഇനി ED അന്വേഷിക്കട്ടെ. നിങ്ങൾ അന്വേഷിച്ചിടത്തോളം മതി. നിങ്ങൾ അന്വേഷിച്ചാൽ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പന് നീതി കിട്ടില്ല. ശബരിമലയിലെ സ്വർണം ഇനിയും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം SIT നിർത്തിക്കോ എന്നുള്ള ഉഗ്രശാസനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ SIT കള്ളന്മാരോടൊപ്പം ആയിരുന്നു. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറയുന്നില്ല നമ്മൾ, പക്ഷേ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാലിനെ പോലുള്ള കള്ളന്മാരാണ്. അപ്പോൾ തൊടാൻ പേടിക്കുന്ന കള്ളന്മാർ, അങ്ങനെയുള്ള കള്ളന്മാർ. അവർ മോഷണം നടത്തി അവർ നേതാക്കന്മാരായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അവിടുത്തെ തിരുട്ട് ഗ്രാമത്തിലെ ആൾക്കാർ കള്ളം നടത്തുമ്പോഴാണല്ലോ അത് കള്ളത്തരം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. മറ്റേത് അഴിമതി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അഴിമതിയുടെ ആൾക്കാരന്മാരും ആശാന്മാരുമായിട്ടുള്ള ഒരു ബാന്ധവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, രക്ഷകന്മാരായിരിക്കേണ്ട നിങ്ങൾ ആരാച്ചാർമാരായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതെന്തിനാ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ശബരിമലയിലെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ. സംശയമില്ലല്ലോ. അല്ല, അത് വിറ്റുതൊലയ്ക്കാനല്ലല്ലോ, നശിപ്പിക്കാനല്ലല്ലോ, മോഷണത്തിന് കൂട്ടുനിൽക്കാനല്ലല്ലോ, മോഷ്ടിക്കാനും അല്ലല്ലോ. നിങ്ങളെ അതിനാ വച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ കൂട്ടുനിൽക്കുന്ന ആരാച്ചാർമാരോടൊപ്പം. കാരണം ആ ദേവസ്വം ബോർഡ് അവരാണ് ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനും സ്വർണമായിട്ട് തന്നെ കൊണ്ടുപോകാനും ആരുടെ അകമ്പടയും ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യാജൻ്റെ കൈ കൊടുത്തയച്ചു. അറിയപ്പെടുന്ന വ്യാജൻ, സത്യസന്ധതയുടേതായിട്ട് ഒരു തെളിവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കൊടുത്തയച്ചത് നിങ്ങളാണല്ലോ. നിങ്ങൾ ഒപ്പിട്ടാണല്ലോ അത് പോയത്. നിങ്ങൾ ഇരിക്കുമ്പോഴാണത് പോയത്. സാധാരണ ഒരു സെക്യൂരിറ്റി ജീവനക്കാർ, ഒരു ഡെഫ്യദാരായ പോലീസ് ആരാ വരുന്നത്, എന്തുവാ പോകുന്നതെന്ന് ചോദിക്കില്ലേ? വെറും 100 രൂപ അയാളുടെ ദിവസത്തെ ശമ്പളം അറിയാം ഈ സെക്യൂരിറ്റിക്കാരൻ്റെ. അവൻ ചോദിക്കും, ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് വെച്ച് ചോദിക്കില്ലേ? അതുപോലെ പോലും ചോദിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ദൂർത്ത് മേടിച്ച ദേവസ്വം ബോർഡിൻ്റെ കിട്ടിയത്. ദേവസ്വം ബോർഡിൻ്റെ കാറും എടുത്ത് തെക്ക് വടക്കം നടക്കുക. ഞാൻ ദേവസ്വം ബോർഡ് മെമ്പറാണ് പറഞ്ഞു. ഇതെന്തിനാ? കല്യാണത്തിന് പോകുമ്പോൾ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ് ഈ പൊസിഷൻ. അവിടുത്തെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല വന്നിരിക്കുന്നത്. ഒരൊറ്റ എണ്ണം ശബരിമലയിലേക്ക് പോകാറുണ്ടോ? തിരുവിതാംകൂർ അവരുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിൽ സുഖമായിട്ടിങ്ങനെ മെഴുകുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതെണ്ണമാണ് പോയിട്ടുള്ളത് അവിടെ? ദേവസ്വം ബോർഡിൻ്റെ കാറും വെച്ച് എക്കാപ്പാര ചന്തയിൽ പോകാനും സിനിമയ്ക്ക് പോകാനും ടൂർ പോകാനും എല്ലാം ഈ ദേവസ്വം ബോർഡിൻ്റെ കാറ് വേണം. പാവങ്ങളുടെ ശവദാഹ കർമ്മമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? കോടിക്കണക്കിന് രൂപ മോഷണം പോയപ്പോൾ അതിൽ നിശബ്ദത പാലിച്ചാലും നിഷ്പക്ഷത പാലിച്ചാലും അത് തെറ്റ് തന്നെയാണ്. കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുക. ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ ഇവന്മാർ ഭീകരന്മാരെ ആളുകളെ കൊല്ലുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവൻ കാണിക്കുന്നത് ക്രൈമാണ്. അറിയാം. അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടാവും. കൊല്ലുന്നെങ്കിൽ കൊല്ലിട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കുക. പൗരന് ചില ബാധ്യതകളുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇങ്ങനെ രാഷ്ട്രത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ അറിയിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? പൊതുവെ നമ്മൾ ചെയ്യാറില്ല. അതുപോലെയുള്ള ഉത്തരവാദിത്ത രാഹിത്യമാണ് ഈ മെമ്പർമാർ കാണിച്ചത്. KP ശങ്കരദാസ് പോലീസാണ് അദ്ദേഹത്തിൻ്റെ, പോലീസ് സൂപ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകാത്തത്. വിജയകുമാറിനെ പിന്നെ എന്താണ്, വെറുതെ വിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും. അങ്ങനെയുള്ളവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കോടതിയുടെ മുമ്പിൽ സർക്കസ് കാണിച്ചാൽ അതെ, അതാണ് ഈ കോടതി ഇടപെടൽ കൊണ്ടുള്ള ഗുണം. കോടതി അത് അപ്പം തന്നെ കണ്ടുപിടിച്ചു. കള്ളന്മാർ ഇവർ മാത്രമല്ല, SITയിലും കള്ളന്മാരാന്ന് കണ്ടു. ദേവസ്വം ബോർഡ് മാത്രമല്ല കള്ളന്മാർ, SITയിലും കള്ളന്മാരുണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞു, അവർ മോഷ്ടിച്ചു എന്നല്ല, പക്ഷേ ഇതിൽ നിഷ്പക്ഷത പാലിക്കുന്നവരും കള്ളന് കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ് കള്ളന്മാർ തന്നെയാണ്. അവർ ചെയ്യുന്നത് കുറ്റം. കോടതിയോട് ചെയ്യുന്ന വഞ്ചനയാണ്, ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ഭക്തന്മാരോട് ചെയ്യുന്ന വഞ്ചനയാണ്, അയ്യപ്പനോട് ചെയ്യുന്ന വഞ്ചനയാണ്. അയ്യപ്പൻ്റെ അടുത്ത വഞ്ചന വന്നാലുണ്ടല്ലോ, അതൊന്നും ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇത്തിരി സമയം എടുത്താലും കണ്ടുപിടിക്കും. പണ്ട് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ആ കാലതാമസം നമ്മൾ ഇത് കണ്ടത്. മനസ്സിലായോ? ഇപ്പം ചടപടയെന്ന് കയറി അവർക്ക് വീര്യം കയറി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കടകംപള്ളിയുടെ അടുത്തോട്ട് പോകാൻ പറ്റാതെ നേരെ ചെന്നൈക്ക് വിട്ടു. അബൌട്ട് 10 അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ കണ്ട സകലമാന പേരെയല്ലേ പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ, അതുപോലെ തന്നെ ഇത് ഒരുക്കിയ ആൾ,
അത് ഗോവർദ്ധൻ. ഗോവർദ്ധൻ. ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇനിയും തുരുതുര ഇനിയിപ്പോൾ വരാൻ പോകുന്ന അറസ്റ്റല്ല അവിടെ തമിഴ്നാട്ടിൽ. കടകംപള്ളി തൊടില്ല. കടകംപള്ളിയെ തൊടാൻ പറ്റില്ലല്ലോ, അദ്ദേഹം ദിവ്യനല്ലേ. അദ്ദേഹം ദിവ്യനായോണ്ട് തൊടത്തില്ല. അല്ല, അദ്ദേഹത്തിന് പറയുന്നതും സങ്കടമാണ്. പക്ഷേ പറയരുത്. എന്തിനാ തന്നെ അയ്യപ്പൻ തന്നെ ഒന്നും തൊട്ടില്ല, ഒന്ന് തൊട്ടതേ ഉള്ളൂ. LDF തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭസ്മമായില്ലേ, ഇനി എന്താ വേണം? തിരുവനന്തപുരം കൊണ്ടുപോയത് കണ്ടില്ലേ, തൃശ്ശൂർ പോയത് കണ്ടില്ലേ, എറണാകുളം പോയത് കണ്ടില്ലേ, ഇനി എന്ത് പോയി? മധ്യ തിരുവിതാംകൂർ ആയിരുന്നു അവരുടെ വലിയൊരു ബലം. ജോസ് കെ മാണിയുടെ തേരിൽ ഏറി പോകുന്നല്ലേ വിചാരിച്ചത്. തീർന്നു, വെറും ആണിയായി അല്ലേ, അങ്ങനായി തീർന്നു. ഇപ്പൊ മാണി വെറും ആണിയായി. അവർക്ക് പിന്നെ രാഷ്ട്രീയത്തിൽ അതൊന്നുമില്ല, അവർക്ക് ബിസിനസ് അത് വിപുലപ്പെടുത്തുക. അല്ല, രാഷ്ട്രീയമൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയം മകനെയൊക്കെ ഇറക്കി പ്രചരണത്തിനൊക്കെ ബിസിനസ്സിലെ അഴിമതി മറയ്ക്കാനുള്ള ഒരു മുഖം കൂടി, അതാണല്ലോ ബാർ. ചില മുതലാളിമാര് ചാനൽ തുടങ്ങും. എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത് അല്ലേ, എന്നെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് പറയുന്നത്. എന്നൊരാളിപ്പോ വിചാരിക്കുന്നുണ്ടാവും. അതെ, ഈ കള്ളവും കൊള്ളയും ഒക്കെ മറയ്ക്കാനായിട്ട് ചാനൽ തുടങ്ങും. അപ്പൊ എനിക്ക് മറ്റുള്ളവരെ പറയാലോ, എന്നെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ എനിക്ക് ചാനലിരുന്ന് പറയാമല്ലോ. എന്നെ ഉദ്ദേശിച്ച് തന്നെ ആകെപ്പാടെ മെസ്സാക്കി വെക്കുകയും മെസ്സി ഡേയ്സ് ഹെഡ് എന്ന് പറയുന്ന പോലെ മുഴുവൻ മെസ്സി അഫയറാക്കി മാറ്റുകയും ചാനൽ പോലെ തന്നെ കച്ചവടവും മെസ്സി ആക്കി തീർക്കും അല്ലേ. മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഒരാളിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ ഈ കേസിനകത്ത് സർവത്ര ഉത്തരവാദിത്ത ശൂന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കോടതിയുടെ ഒരു മേൽനോട്ടത്തിലാവും, സൂപ്പർവിഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, ഡയറക്ഷൻ. കോടതി നടത്തുന്ന ഒരു കേസിൽ കോടതി അത് അനുവദിക്കലെന്ന് മാത്രമല്ല, ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജിയുടെ അടുത്ത് ഈ കള്ളങ്ങളൊന്നും പൊലിക്കുകയില്ല, ഫലിക്കുകയില്ല. അദ്ദേഹം ഇത്രയും സമയം കൊടുത്തു, കയറ് കുറച്ചുകൂടെ നീട്ടിക്കൊടുത്തു. കാരണം ഒരു ടേമും കൂടെ അവർക്ക് കൊടുത്തു, അവരുടെ സമയം എന്നേ കഴിഞ്ഞതാണ്. ഇതൊക്കെ ചെയ്യാൻ, ഇത്രയും അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒന്നും ഇത്രയും സമയത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. ഇവിടെ ഓരോ സമയത്തും അധികാരത്തിലിരിക്കുമ്പോഴും SIT ടീം അവിടെ നിലവിലിരിക്കുമ്പോഴും അത്രയധികം ചിലവാണ് വരുന്നത്. അവരുടെ ഈ ഓഫീസ് പ്രവർത്തിക്കാൻ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് സപ്പോർട്ടിന് വേണ്ടുന്ന ചാർജസ്, ഇതെല്ലാം കൂടി നല്ലൊരു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും പറക്കാനുമുള്ള ചിലവ് വലിയ തുകയാണ് വരുന്നത്. ഇത്രയും വലിയ ബാധ്യത ശബരിമലയ്ക്ക് അവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കേരളത്തിന് അത് ഏൽപ്പിക്കാൻ പാടില്ലാത്തതാണ്. എന്നേ ഇതിനകത്ത് തീരുമാനമെടുക്കാനുള്ള കാര്യമുള്ളൂ. ഇത്ര വലുതായിട്ടൊന്നും ആലോചിക്കുകയും ഈ തലനാരിഴ കീറി പരിശോധിക്കേണ്ട ഒരു കേസല്ല ഇത്. വളരെ ക്ലിയർ ആയിട്ടുള്ള കേസ്, എവിഡൻസസ് ഉള്ള ഒരു കേസാണിത്. ആ കേസ് ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ചർച്ച നടത്തി, ഓരോ ദിവസവും ഇങ്ങനെ ചർച്ച, അത് വേണോ ഇത് വേണോ എന്നും പറഞ്ഞ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന ഒരു തരം കൺഫ്യൂഷനിലാണ് SIT പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേറ്റവും ഒരു പ്രഹരമാണ്, അതിന് നൽകിയൊരു പ്രഹരമാണ് ഇന്നലത്തെ കോടതിയുടെ, കഴിഞ്ഞ ദിവസം നടത്തിയ കോടതിയുടെ നിരീക്ഷണം. അതാണ് അതിൻ്റെ പ്രാധാന്യം. തീർച്ചയായിട്ടും ഇവിടെ ED വരുന്നത് വലിയൊരു ആശ്വാസമാണ്. കാരണം പണം തിരിമറി, അതിലെ ക്രമക്കേട്, ഈ EDക്ക് എങ്ങനെയാണ് ഈ കേസ് കിട്ടിയതെന്നറിയാം. ED ഇത് അന്വേഷിക്കാൻ കാര്യം കോടതി പറഞ്ഞിട്ടില്ല. അവർ വന്നത് ഒരു വിജിലൻസ് ഓഫീസറുടെ ഇവിടുത്തെ ധനപരമായ ക്രമക്കേടിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടി. അത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ. അപ്പോൾ അങ്ങനെയുള്ള ക്രമക്കേടുകളിൽ ഇവർ ഇടപെടണമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം ED എന്തിനു വേണ്ടിയിട്ടാണ്? ധനപരമായ ക്രമക്കേട് നടക്കും. അതെ, ഇൻകം ടാക്സ് വെട്ടിപ്പിൻ്റെ കാര്യത്തിലായാലും അങ്ങോട്ട് ക്രമക്കേട് വരുമ്പോൾ തീർച്ചയായിട്ടും ED ആണ് ഇടപെടുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീടുകളിൽ വന്ന് പരിശോധന നടത്തുന്നു. നിങ്ങൾ ടാക്സ് വേണ്ടത്ര കൊടുത്തിട്ടില്ല, വലിയ ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ ED ആണ് നേരിട്ട് രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് അതങ്ങ് ഒരു കത്തിലൂടെ നിങ്ങളെ അറിയിക്കും, നിങ്ങൾ ഇത്രയും ടാക്സ് തരാനുണ്ട്, എൻ്റെ വിശദീകരണം തരണം. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിനകത്ത് ഇംപ്രോപ്പറിറ്റി ഉണ്ട്, നേരിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിനപ്പുറമുള്ള ക്രമക്കേടുകൾ വൻതുകയ്ക്ക് ഉണ്ടെങ്കിൽ, രാഷ്ട്രത്തെ വഞ്ചിച്ചുകൊണ്ടുള്ള വെട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ED വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് തുകയുടെ കാര്യം പറയുന്നു. ഇതിൻ്റെ ഒന്നും നികുതി കിട്ടിയിട്ടില്ല, ഇൻകം അതൊക്കെ പരിശോധിച്ച് കണക്കെല്ലാം അവരുടെ കൈവെള്ളയിലുണ്ട്. അതും വെച്ചും കൊണ്ടാണ് വരുന്നത്. പലരും അവർ പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടി കണക്കൊക്കെ നോക്കിയിട്ടാണ് അവർ വരുന്നത്. അല്ല ചുമ്മാ ഒരുത്തനെ വന്ന് ചോദ്യം ചെയ്യുകയല്ല, വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുക. വ്യക്തമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് അവർ വന്ന് ഈ തുടരന്വേഷണം നടത്തുന്നത്. അന്വേഷണമല്ല അവർ നടത്തുന്നത്, തുടരന്വേഷണം. അന്വേഷണം പ്രാഥമികമായിട്ട് അവർ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ നിർവഹിക്കും. അതിനുശേഷമുള്ള തുടരന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.